ബ്ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 40 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ 5 ചോദ്യങ്ങൾ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസേഴ്സ് ഇപ്പോൾ റിവീൽ ചെയ്യാണ്. പോർഷൻ ഒന്നുകൂടെ പറയുന്നു. ആവർത്തനം 4 മുതൽ 7 വരെ മർക്കോസ് 12-ാം അധ്യായം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: സന്താനോത്പാദന ശേഷിയില്ലാത്ത പുരുഷനെയും സ്ത്രീയെയും പറയുന്ന പേരെന്ത് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം വന്ധ്യൻ, വന്ധ്യ എന്നുള്ളതാണ്. ആവർത്തനം 7-14 ഉത്തരം കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ചോദ്യം വാനസേന ഏതെല്ലാം എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ. ആവർത്തനം 4-19 ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പഴയ നിയമ പാഠഭാഗത്ത് കാണുന്ന അതേ സാമ്യമുള്ള 2 വാക്യം പുതിയ നിയമ പാഠഭാഗത്തുണ്ട്, ഏതാണ് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം 1, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ആവർത്തനം 6-4 മർക്കോസ് 12-29 നമുക്കിത് കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ വാക്യം എന്നുള്ളത് നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ആവർത്തനം 6-5 കാണാൻ പറ്റുന്നുണ്ട്. മർക്കോസ് 12-30 ഈ വാക്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാന്ന് കരുതുന്നു കേട്ടോ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: യേശുക്രിസ്തുവിനെ കർത്താവെന്ന് പറഞ്ഞ രാജാവ് ആര് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം ദാവീദാണ്. മർക്കോസ് 12-37 ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആലയത്തിൽ പ്രധാന ഇരിപ്പിടം ആഗ്രഹിക്കുന്നത് ആര് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം ശാസ്ത്രിമാർ എന്നുള്ളതാണ്. മർക്കോസ് 12-39 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത പോർഷൻ പറയുന്നു. ആവർത്തനം 8 മുതൽ 11 വരെയും മർക്കോസ് 13-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും അടുത്ത 5 ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. അടുത്ത ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.